നെക്സ്റ്റ് ഇനി നമുക്ക് പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 3.1 സീക്വൻസ് ആൻഡ് ദെയർ ലിമിറ്റ്സ്. സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമുക്ക് സീക്വൻസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ, ഹോൾ നമ്പേഴ്സിന്റെ, ഇന്റിജേഴ്സിന്റെ എന്തിന്റെ വേണമെങ്കിലും സീക്വൻസ് ആവാം. നമ്മളിപ്പോ റിയൽ അനാലിസിസ് പഠിക്കേണ്ട കാരണം റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസിനെ നമുക്ക് എങ്ങനെയാ ഡിഫൈൻ ചെയ്യാന്നുള്ളത് നോക്കാം. A sequence of real numbers or a sequence in R is a function defined on the set of natural numbers n whose range is contained in the set R of real numbers. Sequence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് ആറിലോട്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മള് സീക്വൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്യൂമറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് 2, 4, 6 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേന്ന് വിചാരിക്കാം. നമുക്ക് ഇപ്പൊ ഈ സീക്വൻസിനെ വേണമെങ്കിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? സീക്വൻസിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ കേർലി ബ്രാക്കറ്റ്സിൽ ഇടാം, അല്ലെങ്കിൽ വെറുതെ ഓപ്പൺ ബ്രാക്കറ്റുമായിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇതിനെ നമ്മളിപ്പോ എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. അല്ല വെച്ചാല് വെറുതെ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് ഇതിലത്തെ എലമെന്റ്സ് ഇങ്ങനെയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനൊന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലോട്ടല്ലേ ഡിഫൈൻ ചെയ്യണേ. അപ്പൊ 1 കറസ്പോണ്ടിങ് ആയിട്ട് 2 വരും, 2 കറസ്പോണ്ടിങ് ആയിട്ട് 4 വരും. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ. അപ്പൊ സീക്വൻസ് ഡിഫൈൻ ആവും. ഇനി നെക്സ്റ്റ് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണെന്ന് വെക്കൂ. ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എക്സ് എൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാ? എക്സ് എൻ ഈക്വൽ ടു 2 ഫോർ ഓൾ എൻ ബിലോങ്സ് ടു n. നമ്മൾ ഇതിനെ കോൺസ്റ്റന്റ് സീക്വൻസ് എന്നാണ് പറയാ. ഇനി വേറെ ഒരു സെറ്റ് 1/2, 1/4, 1/6 എക്സെട്ര ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സെഡ് എൻ ഈക്വൽ ടു 1/2n ഫോർ ഓൾ എൻ ബിലോങ്സ് ടു n. ഇങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിബൊനാച്ചി സീക്വൻസ് ഇപ്പൊ കൺസിഡർ ചെയ്തു നോക്കി. ഫിബൊനാച്ചി സീക്വൻസ് നമ്മൾ എങ്ങനെയാ ഫിബൊനാച്ചി സീക്വൻസ് കിട്ടാം? ഫസ്റ്റ് എലമെന്റ് 1 ആണെങ്കിൽ നെക്സ്റ്റ് എലമെന്റ് 1 ആയിരിക്കും. 1 + 1 2 ആണ്, 2 + 1 3 ആണ്, 3 + 2 5 ആണ്, 5 + 3 എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെ 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 വരും. നമ്മൾ ഇനി ഈ ഫിബൊനാച്ചി സീക്വൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. F1 എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് 1 ആണ്, F2 എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റും 1 ആണ്. നമുക്ക് Fn+1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. Fn+1 ഈക്വൽ ടു Fn-1 പ്ലസ് F1 എന്നുള്ളത് വരും. അതായത് F2 n ഈക്വൽ ടു 2 കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 2 + 1 3 അല്ലേ വരാം. അപ്പൊ അങ്ങനെ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഫിബൊനാച്ചി സീക്വൻസിലെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഇതാണ്, സെക്കൻഡ് എലമെന്റ് ഇതാണ്, തേർഡ് എലമെന്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്യൂമറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സീക്വൻസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ലിമിറ്റ് എന്താന്നുള്ളത് നോക്കാം. സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താന്നുള്ളത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാ നോക്കാം. A sequence x equal to sequence xn in R is said to converge to x element of R, or x is said to be a limit of sequence xn if for every epsilon greater than 0 there exists a natural number k epsilon such that for all n greater than or equal to k epsilon the terms xn satisfy modulus of xn minus x less than epsilon.
എന്താ മനസ്സിലായത്? ഒരു സീക്വൻസ് എക്സൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ആറിലെ ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ for every epsilon greater than 0 there exists a natural number k such that modulus of xn minus x less than epsilon for all n greater than or equal to k epsilon എന്നാണ് പറയുന്നത്. അത് നമുക്ക് എന്താ സംഭവം എന്നുള്ളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, എക്സ് ഈക്വൽ ടു എക്സൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ സീക്വൻസ് അല്ലെ. എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സീക്വൻസ്. അതായത് എന്നിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് x1, x2, x3, x4, x5, x6 അങ്ങനെ 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 പോവും. അതായത് ഇത് ഫസ്റ്റത്തെ എലമെന്റ്, ഇത് സെക്കൻഡത്തെ എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ്, ഫിഫ്ത് എലമെന്റ്, സിക്സ്ത് എലമെന്റ് അങ്ങനെ 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 പറഞ്ഞ് പോവും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു സീക്വൻസ് ആറിലെ, ഇത് നമ്മുടെ ആറിലെ പോയിന്റ്സിന്റെ കളക്ഷൻസ് ആണ്, എക്സിന്റെ കളക്ഷൻ ആണ്. ഇപ്പൊ എവിടെയെങ്കിലും ആറിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു എക്സ് ഉണ്ടാവുമല്ലോ, ഇതിന്റെ പൊസിഷൻ നമുക്കറിയാം കേട്ടോ. ആറില് ഒരു എലമെന്റ് ഉണ്ടാവും ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കണ്ടീഷനാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ സപ്പോസ് നമ്മൾ വിചാരിക്കാം ഇപ്പൊ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എക്സിലോട്ട് കൺവേർജ് ചെയ്യാണ്. കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയണേ? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k epsilon such that for all n greater than or equal to k epsilon the term xn satisfy modulus of xn minus x less than epsilon. അതായത് for every epsilon greater than 0 there exists a natural number k. അതായത് നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ പോയിന്റിലോട്ടാണ് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ നമ്മള് ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് സെന്റർ ആക്കിയിട്ട് എപ്സിലോൺ റേഡിയസ് എടുത്തിട്ട് വരച്ചു നോക്കി. ലെഫ്റ്റ് സൈഡിലോട്ടും പോവും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ടും പോവും. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എപ്സിലോണും ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എപ്സിലോൺ ആണ്. എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ പറയാൻ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് എപ്സിലോൺ ഡിസ്റ്റൻസ് ആണ്, ഇവിടെയും എപ്സിലോൺ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ എപ്സിലോൺ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. ഇനി നോക്കുക, ഇപ്പോ ഈ x4 എന്ന് പറയുന്നത് ഈ എപ്സിലോൺ ഡിസ്റ്റൻസിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നമ്പർ അല്ലേ, ഒരു എലമെന്റ് അല്ലേ. x3 അല്ല, x3 എന്ന് പറയുന്നത് എപ്സിലോൺ ഡിസ്റ്റൻസിന് പുറമേ കിടക്കുന്നതാ. x4 എന്ന് പറയുന്നത് എപ്സിലോൺ ഡിസ്റ്റൻസിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണ്. അതിന്റെ പൊസിഷൻ എന്താ? ഫോർത്ത് എലമെന്റ് ആണ് x4 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ x4ഉം xും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എപ്സിലോൺ ഡിസ്റ്റൻസിനെക്കാട്ടും ചെറുതല്ലേ അല്ലെ? ലെസ് ദാൻ എപ്സിലോൺ അല്ലേ വരുന്നത്. അതായത് ഇപ്പുറത്തേക്കും വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ മോഡുലസ് ഓഫ് x4 മൈനസ് എക്സ് ആണ് കൺസിഡർ ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫിഗറിൽ നോക്കുമ്പോ തന്നെ മനസ്സിലാവും x4 എന്ന് പറയുന്നത്, x4ഉം xും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും എപ്സിലോണേക്കാട്ടും ചെറുതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോ അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? നമുക്കിപ്പോ ഇവിടെ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number such that for all n greater than or equal to k epsilon the terms xn satisfy modulus of xn minus x less than epsilon. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഒരു എപ്സിലോൺ നൈബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ for every epsilon greater than 0 there exists a natural number k. ഇവിടുത്തെ k എന്ന് പറയുന്നത് ആരാ? 4 ആണ്. ഓക്കെ, such that for all n greater than or equal to k, ഈ n കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ kയും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നോക്കി, k തൊട്ടിട്ട് അങ്ങോട്ട് എല്ലാ നമ്പേഴ്സും
എപ്സിലോണേക്കാട്ടും ചെറുതാവുന്നല്ലേ പറയുന്നത്. x4 മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇവിടെ മോഡുലസ് ഓഫ് x5 മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. മോഡുലസ് ഓഫ് x6 മൈനസ് എക്സ് എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടി? എക്സ് സെന്റർ ആക്കിയിട്ട് നമ്മൾ ഒരു എപ്സിലോൺ നൈബർഹുഡ് കൺസിഡർ ചെയ്തപ്പോൾ വി ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് ഈ k മുതലുള്ള എല്ലാ പൊസിഷനിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സീക്വൻസിലെ എലമെന്റ്സും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടും ചെറുതാണ് എന്നുള്ളത് കിട്ടി. അങ്ങനെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് നമ്മളുടെ ഡെഫിനിഷൻ പറയുന്നത്. ഇപ്പൊ ഇനി നോക്കാം, നമുക്കിപ്പോ കെ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കെ എന്ന് പറയുന്നത് എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഇപ്പൊ ഞാനിപ്പോ എപ്സിലോൺ എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഞാൻ എടുത്തത്. ഇപ്പൊ ഇത്ര ഇല്ല, ചെറിയ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ കൺസിഡർ ചെയ്യാലോ. ഞാൻ അത്രയും വലുതാക്കി എടുക്കുന്നില്ല, ഇത്രേ എടുക്കുന്നുള്ളൂ നോക്കൂ, ഇത്രേ എടുക്കണുള്ളൂ നോക്കൂ. ഇത്രയും എപ്സിലോൺ ഇവിടെ നമ്മള് കുറച്ചു. അപ്പൊ ഈ ഒരു കേസിലും നമ്മൾ എപ്സിലോൺ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. അപ്പൊ ഇനി നോക്കാം, ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന x4 ഇതിന് പുറത്താണ്, അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ട. x5 എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലല്ല കിടക്കുന്നത്, ഫിഫ്ത് പൊസിഷനിലുള്ള ആളാണ് x5 എന്ന് പറയുന്നത്. അപ്പൊ എപ്സിലോൺ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ വി ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ 5 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ്സും ഈ എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഓക്കെ, അപ്പൊ നോക്കി ഈ നാച്ചുറൽ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ എപ്സിലോൺ ഇത്ര ഡിസ്റ്റൻസ് എടുത്തപ്പോൾ ഇതാണ് നമ്മൾ കെ ആയിട്ട് ചൂസ് ചെയ്തത്. ഇത്രയും കൂടുതൽ എപ്സിലോൺ എടുത്തപ്പോൾ നമ്മൾ ഇതാണ് കെ ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ എപ്സിലോൺ എത്ര ഡിസ്റ്റൻസ് ആയിട്ടാണോ എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ തൊട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. ആ ബൗണ്ടറി പോയിന്റ് എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കെ എപ്സിലോൺ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് x1, x2, x3, x4 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ for every epsilon greater than 0 there exists a natural number k epsilon such that for all n greater than this k epsilon these elements in the sequence must satisfy xn minus x less than epsilon. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ, ആ എപ്സിലോൺ നൈബർഹുഡിൽ, അതായത് ഒരു പോയിന്റ് കഴിഞ്ഞ് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും ആ ഒരു ഈ എക്സ് ആണ് നമ്മളുടെ ഇപ്പൊ കൺവേർജിങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർജിങ് പോയിന്റും കേത്ത് എലമെന്റ് തൊട്ടിട്ടുള്ള എല്ലാ എലമെന്റ്സും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോണിനെക്കാട്ടും ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, എക്സിലോട്ട് ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എത്ര വലിയ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, എത്ര ചെറിയ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, അപ്പൊ ഇപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഡിസ്റ്റൻസ്, ഇവിടെയാണ് നമ്മളുടെ എപ്സിലോൺ കെടുക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ എപ്സിലോണും ഈ എക്സും തമ്മിൽ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ. ഇത്രയും ഡിസ്റ്റൻസിനുള്ളിൽ നമ്മളുടെ സീക്വൻസിൽ കിടക്കുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ എലമെന്റ്സ് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ആ എലമെന്റും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണേക്കാട്ടും ചെറുത് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ആ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അതോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് എക്സിലോട്ടാണല്ലോ കൺവേർജ് ചെയ്യണേ. അപ്പൊ ഈ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതാം, ലിമിറ്റ് എക്സ് ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ എക്സിന് നമ്മൾ സീക്വൻസ് എക്സ് എന്നല്ല എഴുതാം, സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. നമ്മളിപ്പോ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, കെ എന്ന് പറയുന്നത് എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ ആ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന
ഈ സീക്വൻസിലെ എലമെന്റും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണേക്കാട്ടും കുറവാണെങ്കിൽ ആ സീക്വൻസിലെ എലമെന്റ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. നമുക്ക് ഡെഫിനിഷൻ ഒന്നും കൂടെ വായിക്കാം. A sequence x equal to sequence xn in R is said to converge to x element of R, or x is said to be a limit of sequence xn if for every epsilon greater than 0 there exists a natural number k epsilon such that for all n greater than or equal to k epsilon the terms xn satisfy modulus of xn minus x less than epsilon. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് കൺവേർജ് ചെയ്യും എന്ന് പറയാനായിട്ട് പറ്റും. ഇനി സീക്വൻസ് കൺവേർജ് ചെയ്തില്ലെങ്കിലോ? സീക്വൻസ് കൺവേർജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ആ സീക്വൻസിന് ലിമിറ്റ് ഉണ്ടാവില്ല. നമ്മൾ അതിനെ ഡൈവേർജന്റ് സീക്വൻസ് എന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഡൈവേർജന്റ് സീക്വൻസിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പർ കെ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സീക്വൻസ് ഡൈവേർജന്റ് ആയി എന്നാണ് നമ്മൾ പറയുക. അപ്പൊ നമുക്കൊരു കൺവേർജന്റ് സീക്വൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടെന്ന് കിട്ടിയില്ല. ഇനി ആ ലിമിറ്റ് യുണീക്ക് ആണോ അതോ അതിലൊന്നിലധികം ലിമിറ്റ്സ് ഉണ്ടാവോ ഒരു സീക്വൻസിന് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ ഒരു സീക്വൻസിന് അറ്റ്മോസ്റ്റ് 1 ലിമിറ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആവും. അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, സപ്പോസ് x equal to xn be a sequence of real numbers. ഓക്കെ, അപ്പൊ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഇല്ല. സപ്പോസ് ദിസ് സീക്വൻസ് ഇസ് കൺവേർജന്റ്. കൺവേർജന്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലിമിറ്റ് ഉണ്ടാവില്ല. ഇനി കൺവേർജന്റ് ആണെങ്കിൽ അല്ലേ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. കൺവേർജന്റ് ആണെങ്കിൽ ലിമിറ്റ് ഉണ്ടാവും. ഇനി നമുക്കത് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആ ലിമിറ്റ് യുണീക്ക് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ സപ്പോസ് കൺവേർജന്റ് ആണ്, അപ്പൊ ലിമിറ്റ് ഉണ്ടാവും. അപ്പൊ x1ഉം x2ഉം എന്ന് പറയുന്നതാണ് ഈ സീക്വൻസിന്റെ 2 ലിമിറ്റ്സ് എന്ന് വിചാരിക്കാം. അതായത് ലിമിറ്റ് xn ഈക്വൽ ടു x1ഉം ലിമിറ്റ് xn ഈക്വൽ ടു x2. x1ലോട്ടും കൺവേർജ് ചെയ്യും, x2ലോട്ടും കൺവേർജ് ചെയ്യും എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വെക്കും. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം? സീക്വൻസ് xn x1ലോട്ട് കൺവേർജ് ചെയ്യും എന്ന് പറയുന്നത് എപ്പോഴാ? ഫോർ എവരി epsilon greater than 0 there exists a natural number k1 such that എങ്ങനെയാ modulus of xn minus x1 less than നമ്മൾക്ക് ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ 2 ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇനി അതുപോലെ തന്നെ x എന്ന് പറഞ്ഞ സീക്വൻസ് x2ലോട്ട് കൺവേർജ് ചെയ്യും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ടു ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k2 which depends on epsilon such that xn minus x2 less than epsilon by 2 for all n greater than or equal to k2. Okay, അപ്പൊ നമുക്ക് n greater than or equal to k1 എന്ന് പറഞ്ഞിട്ടുള്ള ആ നാച്ചുറൽ നമ്പർ മുതൽ വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിൽ ഏത് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും x1 എടുത്തു കഴിഞ്ഞാലും അത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അതുപോലെ തന്നെ k2 കഴിഞ്ഞിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിലെ എലമെന്റ്സ് x2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി നമ്മള് ഈ k1ഉം k2ന്റെയും മാക്സിമം k ആണെന്ന് എടുക്കുന്നു നോക്കി. ലെറ്റ് k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 ആൻഡ് k2. കാരണം ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇതാണ് നമ്മളുടെ ഒരു സീക്വൻസ്. ഇതില് എവിടെയോ ഒരു സ്ഥലത്ത് വരുന്നതാണ് k2th എലമെന്റും അതുപോലെ തന്നെ k1th എലമെന്റും. അപ്പൊ ഇതിന് നമ്മൾ രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്ത് എഴുതാനായിട്ട് പോവാം. അപ്പൊ ഈ k1ന്റെയും k2ന്റെയും മാക്സിമം k നമ്മള് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ എഴുതാൻ പറ്റാന്നുള്ളതൊന്ന് നോക്കാം.
കെ എന്ന് പറയുന്നത് K1ന്റെയും K2ന്റെയും മാക്സിമം ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ ഉള്ളത്? കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 ആണ്. അതുപോലെ തന്നെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 ആണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് XK മൈനസ് X1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് XK മൈനസ് X2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി X1 മോഡുലസ് ഓഫ് X1 മൈനസ് X2 കൺസിഡർ ചെയ്യാം. ഓക്കെ, മോഡുലസ് ഓഫ് X1 മൈനസ് X2 കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ പോവാണ്. XK എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിനെ ഞാൻ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യണേ. എന്നിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാം. XK മൈനസ് X2 പ്ലസ് XK മൈനസ് X1 പ്ലസ് അല്ല വരിക, മൈനസ് വരും. ഒരു XK ആഡ് ചെയ്തു, ഒരു XK സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. ദെൻ ബൈ യൂസിങ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി നമുക്ക് എങ്ങനെ എഴുതാ? മോഡുലസ് ഓഫ് XK മൈനസ് X2 പ്ലസ് മോഡുലസ് ഓഫ് XK മൈനസ് X1. ഇതെന്ന് പറയുന്നത് ആരാ? ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്നത് എന്താ? മോഡുലസ് ഓഫ് X1 മൈനസ് X2 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക? X1 മോഡുലസ് ഓഫ് X1 മൈനസ് X2 എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് X1 ഈക്വൽ ടു X2. അതായത് X1 X2 എന്നും പറയുന്നത് ആരാണ്? സീക്വൻസ് Xന്റെ ലിമിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലെ. ഇപ്പൊ രണ്ട് ലിമിറ്റും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോ ഒരു സീക്വൻസ് ആറിലെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് ആ സീക്വൻസിന് ഒരു ലിമിറ്റേ ഉണ്ടാവുള്ളൂ. ദർ വിൽ ബി ഓൺലി a unique limit for a sequence in R എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഒരു തിയറം നമുക്ക് നോക്കാം. Let X equal to sequence Xn be a sequence of real numbers and let X element of R. The following statements are equivalent. X converges to X. For every epsilon greater than 0, there exists a natural number K such that for all n greater than or equal to K, the terms Xn satisfy modulus of Xn minus X less than epsilon. Third statement, for every epsilon greater than 0, there exists a natural number K such that for all n greater than or equal to K, the terms Xn satisfy X minus epsilon less than X plus epsilon. Fourth statement, for every epsilon neighborhood V epsilon of X, there exists a natural number K such that for all n greater than or equal to K, the terms Xn belongs to V epsilon of X. ഇതാണ് നമ്മുടെ 4 സ്റ്റേറ്റ്മെന്റ്സ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഈക്വാലന്റ് ഉള്ളതാണ് എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് നോക്കുക. നമ്മളുടെ ഡെഫിനിഷൻ അല്ലേ, എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്ന് പറയുന്നത് എപ്പോഴാ? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number K such that for all n greater than or equal to K, the terms Xn satisfy modulus of Xn minus X less than epsilon. അതും നേരെ തിരിച്ചും നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 if there exists a natural number K such that for all n greater than or equal to K, the terms Xn satisfy modulus of Xn minus X less than epsilon ആണെങ്കിൽ നമ്മുടെ സീക്വൻസ് X എന്ന് പറഞ്ഞത് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഈക്വാലന്റ് ആണ്. ഇനി നെക്സ്റ്റ് രണ്ട് സീക്വൻസ് നോക്കാം. ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists a natural number K such that for all n greater than or equal to K, the terms Xn satisfy X minus epsilon less than X plus epsilon എന്നാണ് പറയേണ്ടത് അല്ലെ. A implies B ആണ്, B implies A ആണ്. ഇനി B implies C ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. B എന്ന് പറയുന്നത് ആ സീക്വൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നല്ലേ. അതായത് മോഡുലസ് ഓഫ് Xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to K ആണ്.
നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ കൂടെ എങ്ങനെ, വിച്ച് ഈസ് ഈക്വാലന്റ് ടു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സിനെ നമ്മൾ ത്രൂ ഔട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാല് എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്നുള്ളത് കിട്ടും. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സീക്വൻസിലെ ടേംസ് ഒക്കെ അതായത് കെനെക്കാട്ടും വലിയ ഏത് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിലെ എലമെന്റ്സ് എക്സ് മൈനസ് എപ്സിലോണിനും എക്സ് പ്ലസ് എപ്സിലോണിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്കിപ്പോ വരയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് നമ്മളുടെ ലിമിറ്റ്. ഇത് എക്സ് മൈനസ് എപ്സിലോൺ, ഇത് എക്സ് പ്ലസ് എപ്സിലോൺ. അപ്പൊ ഈ സീക്വൻസ് അതായത് കെ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇതിന്റെ ഉള്ളില് ഉണ്ടായിരിക്കും, സീക്വൻസിന്റെ ഉള്ളില്. ഇതെന്ന് പറയുന്നത് എന്താ, എക്സിന്റെ എപ്സിലോൺ നൈബർഹുഡ് അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. എപ്സിലോൺ നൈബർഹുഡിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, വി എപ്സിലോൺ ഓഫ് എക്സ്. എക്സിന്റെ എപ്സിലോൺ നൈബർഹുഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ ആണ്. ഓക്കെ, അപ്പൊ ബി ഇംപ്ലൈസ് സി ആണ്, സി ഇംപ്ലൈസ് ഡി ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നേരെ ഇത് ഇംപ്ലൈസ് ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഇവിടെ എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ ആണ്. അപ്പൊ നമുക്ക് എക്സ് എൻ എലമെന്റ് ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഈ എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നൈബർഹുഡ് ആണ്, വിച്ച് ഇംപ്ലൈസ് എക്സ് എൻ എലമെന്റ് ഓഫ് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എക്സ്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സും ഈക്വലന്റ് ആയി. അതായത് സീക്വൻസ് എക്സ് ആൻഡ് എക്സിലോട്ട് കൺവേർജ് ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there must exist a natural number k such that for all n greater than or equal to k the terms must satisfy modulus of xn minus x less than epsilon. അതായത് xn must satisfy x minus epsilon less than x less than x plus epsilon. അതായത് എക്സിന്റെ എപ്സിലോൺ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാല് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീക്വൻസിലെ എല്ലാ എലമെന്റ്സും ഈ എപ്സിലോൺ നൈബർഹുഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് എക്സിലോട്ട് കൺവേർജ് ചെയ്യാം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഈക്വലന്റ് ആണ്.